ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇന്ന് പറയാനുള്ളത് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. അവ തമ്മിലുള്ള ബന്ധമാണ്. എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക ശാസ്ത്രമാണ് അല്ലേ. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺസംഷൻ, അതായത് ഉൽപാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് സമ്പത്തിൻ്റെ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ സമ്പത്തിൻ്റെ ഉൽപാദനവും വിതരണവും ഉപഭോഗത്തെക്കുറിച്ചുമാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്. ആ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് മാത്രം പഠിക്കുന്നത് കൊണ്ട് തന്നെ എക്കണോമിക്സിൻ്റെ വ്യാപ്തി വളരെ കുറവാണ്. നമ്മൾ സോഷ്യോളജിയിൽ പറഞ്ഞു, ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് കളക്റ്റീവ് ബിഹേവിയർ അല്ലേ. മനുഷ്യരുടെ പെരുമാറ്റ രീതികളെക്കുറിച്ച്, സംഘമായി ജീവിക്കുന്നത്, സംഘത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികളുടെ ആ സംഘത്തിലുള്ള പെരുമാറ്റ രീതികളെക്കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ എൻറ്റയർ സൊസൈറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ അത് എന്താണ്? അതിൻ്റെ സ്കോപ്പ് വളരെ ബ്രോഡായിട്ടാണ് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? സാമ്പത്തിക പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അവയുടെ അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. അതാണ് എക്കണോമിക്സിൻ്റെ ലക്ഷ്യം. അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഓഫ് പീപ്പിൾ ആണ്. സന്തോഷപൂർവമായിട്ടുള്ള സാമൂഹിക ബന്ധം ഉറപ്പുവരുത്തുക. അതാണ് എക്കണോമിക്സിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഈ സോഷ്യോളജിക്കും എക്കണോമിക്സിനും തമ്മിൽ പരസ്പര ബന്ധം ഉണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് സിസ്റ്റം എന്ന് വെച്ചാൽ സാമ്പത്തിക വ്യവസ്ഥ രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ അത് നിർണ്ണയിക്കുന്നത് ആ രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങളാണ്. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് ആ രാഷ്ട്രത്തിൻ്റെ എക്കണോമിക് സിസ്റ്റം രൂപം കൊള്ളുന്നത് അല്ലെങ്കിൽ അത് നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ എന്താണ്? സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ഒരു ബന്ധമാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളത്, ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ, ഏതൊരു രാഷ്ട്രത്തിനും അതിൻ്റെതായ സാമ്പത്തിക നയങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ ആ രാഷ്ട്രത്തിൻ്റെ സാമൂഹികവും രാഷ്ട്രീയപരവുമായിട്ടുള്ള തീരുമാനങ്ങളാണ്. അപ്പോൾ അവിടെയും കാണിക്കുന്നത് എന്താണ്? സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. പിന്നെ ഒരു രാഷ്ട്രത്തിൻ്റെ സാമൂഹിക വളർച്ച അല്ലെങ്കിൽ സാമൂഹിക വികസനം, ഒരു രാഷ്ട്രത്തിൻ്റെ സാമൂഹിക വികസനം എപ്പോഴും ആ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ്. അതായത് ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, വികസനം ഉണ്ടാവുന്നത്. അപ്പോൾ എപ്പോഴും എന്ത് വേണം? സോഷ്യോളജിക്ക് എക്കണോമിക്സിൻ്റെ ആവശ്യമുണ്ട്, എക്കണോമിക്സിന് സോഷ്യോളജിയുടെയും ആവശ്യമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബന്ധം. പക്ഷേ ഇവ തമ്മിൽ വ്യക്തമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എക്കണോമിക്സ് മെയിനായിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് നമ്മൾ പറഞ്ഞു, സോഷ്യോളജി എപ്പോഴും എന്താണ്? യങ്ങസ്റ്റ് ഡിസിപ്ലിനാണ്. പക്ഷേ എക്കണോമിക്സ് ഒരു പഴക്കമുള്ള ഒരു ഡിസിപ്ലിനാണ്, ശാസ്ത്രശാഖയാണ്. രണ്ടാമത്തത് നമുക്കറിയുന്നത് തന്നെയാണ്, എക്കണോമിക്സിൻ്റെ വ്യാപ്തി വളരെ ലിമിറ്റഡ് ആണ്. കാരണം സാമ്പത്തിക വശങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ സോഷ്യോളജിയുടെ വ്യാപ്തി വളരെ വിശാലമാണ്. കാരണം ഹോൾ സൊസൈറ്റിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. മൂന്നാമത്തത്, എക്കണോമിക്സ് പഠനം നടത്തുന്നത് എക്കണോമിക് റിലേഷൻഷിപ്പാണ്. എക്കണോമിക് റിലേഷൻഷിപ്പ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് വിത്ത് ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എക്കണോമിക്സ്.
എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിലാണ്, എപ്പോഴും സാമ്പത്തിക വശത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എക്കണോമിക്സിലെ സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങളും സാമ്പത്തിക പ്രവൃത്തികളെക്കുറിച്ചും സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ചും സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ചുമാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്. പക്ഷേ സോഷ്യോളജിയിൽ സാമൂഹിക ബന്ധങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യോളജിയിലും എക്കണോമിക്സിലും യൂണിറ്റ് ഓഫ് സ്റ്റഡി എന്താണ്? വ്യക്തികളാണ്. രണ്ടും വ്യക്തികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതൊരു സാമ്യതയാണ്. പക്ഷേ അതിലും എന്തുണ്ട്? ഒരു ഡിഫറൻസ് ഉണ്ട്. യൂണിറ്റ് ഓഫ് സ്റ്റഡി ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും എന്താണ്? ഇൻഡിവിജ്വൽസ് ഇൻഡൾജ്ഡ് ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെക്കുറിച്ച്, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ്. അതായത് വ്യക്തികളുടെ സാമ്പത്തിക പ്രവൃത്തികളെ കുറിച്ചാണ് എക്കണോമിക്സിൽ പഠിക്കുന്നത്. പക്ഷെ സോഷ്യോളജിയിൽ എപ്പോഴും എന്താണ്? വ്യക്തികളുടെ സാമൂഹിക ബന്ധങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ സാമൂഹിക ബന്ധത്തെക്കുറിച്ചും സാമൂഹിക പ്രവൃത്തികളെക്കുറിച്ചാണ് പഠിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അത് പഠനം നടത്തുന്നത് സോഷ്യോളജിയുടെയും എക്കണോമിക്സിൻ്റെയും പഠന രീതികളെക്കുറിച്ചാണ്. മെത്തേഡ് പറയുന്നത് എക്കണോമിക്സിൽ എപ്പോഴും എറിത്തമാറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. മെത്തേഡ് എറിത്തമാറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അതേസമയം സോഷ്യോളജിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഗുണാത്മകമായിട്ടുള്ള ഡേറ്റകളാണ് പഠനത്തിന് ഉപയോഗിക്കുന്നത്. സംഖ്യാപരമായിട്ടുള്ള ഡേറ്റകളും ഗുണാത്മകമായിട്ടുള്ള ഡേറ്റകളും ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എപ്പോഴും എക്കണോമിക്സിൽ മെറ്റീരിയൽ ഹാപ്പിനെസ് ഓഫ് മാൻ ആണ്. എപ്പോഴും ഭൗതികമായിട്ടുള്ള ഒരു മെറ്റീരിയൽ വെൽബീയിങ്, ഭൗതികമായിട്ടുള്ള ഒരു ക്ഷേമം ആണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം സോഷ്യൽ ആസ്പെക്റ്റ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും സാമൂഹിക വശങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇത്രയുമാണ് സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിലുള്ള തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സോഷ്യോളജി ആൻഡ് സൈക്കോളജിയാണ്. സോഷ്യോളജി ആൻഡ് സൈക്കോളജി. എന്താണ് സൈക്കോളജി? മനഃശാസ്ത്രമാണ് അല്ലേ? മനഃശാസ്ത്രത്തെയാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സോഷ്യോളജിയും സൈക്കോളജിയും. അപ്പോൾ നമുക്ക് നോക്കാം. ബോത്ത് ഡിസിപ്ലിൻസ് ഡീൽ വിത്ത് ഇൻഡിവിജ്വൽസ്. രണ്ട് ശാസ്ത്രശാഖകളും ഡീൽ ചെയ്യുന്നത് എന്തിനെക്കുറിച്ചാണ്? ഇൻഡിവിജ്വൽസിനെ കുറിച്ചാണ്. പക്ഷേ ഇതിലും ഇൻഡിവിജ്വൽസ് ആണെങ്കിലും യൂണിറ്റ് ഓഫ് സ്റ്റഡി എപ്പോഴും ഇൻഡിവിജ്വൽ ആണെങ്കിലും ഇതിലും വ്യത്യാസം കിടക്കുന്നുണ്ട്. അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, അതൊക്കെയാണ് മനുഷ്യരുടെ മനോഭാവങ്ങളെക്കുറിച്ച്, ചിന്താഗതികളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. സൈക്കോളജി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? വ്യക്തിയാധിഷ്ഠിത പഠനമാണ് നടത്തുന്നത്. ഒരു പ്രത്യേകമായ വ്യക്തിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. യൂണിറ്റ് ഓഫ് സ്റ്റഡി എപ്പോഴും ഇൻഡിവിജ്വൽ ആണ്, രണ്ടും ഇൻഡിവിജ്വലിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിലും എപ്പോഴും സൈക്കോളജിയിൽ വ്യക്തികളെ ഒരു സെപ്പറേറ്റ് പ്രത്യേകം വ്യക്തികളെ കുറിച്ചാണ്, അവരുടെ ചിന്താഗതികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് വ്യക്തിയാധിഷ്ഠിത പഠനം എന്ന് പറയുന്നത്. പക്ഷേ സോഷ്യോളജിയിൽ എന്തിനെക്കുറിച്ച് പഠിക്കുന്നു? വ്യക്തികളെ കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷേ ഈ വ്യക്തികൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ കുറിച്ചല്ല പഠിക്കുന്നത്. ഈ വ്യക്തികളൊക്കെ ഏതെങ്കിലുമൊക്കെ സാമൂഹിക ഗണത്തിൽ അംഗമായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ വ്യത്യസ്ത ഗണങ്ങളിലുള്ള അംഗമായിട്ടുള്ള ഈ വ്യക്തികളുടെ ആ ഗണത്തിലുള്ള പെരുമാറ്റ രീതികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ബിഹേവിയർ അല്ല പഠിക്കുന്നത്. ഒരു ഗണത്തിൽ അംഗമായിട്ടുള്ള വ്യക്തിയുടെ ആ ഗണത്തിലെ പെരുമാറ്റ രീതികൾ എങ്ങനെ, അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് മനുഷ്യനെ പഠിക്കുന്നത്. മനുഷ്യൻ്റെ സാമൂഹികപരമായ വശങ്ങളെക്കുറിച്ച് സോഷ്യോളജിയിൽ സാമൂഹികവും സാമ്പത്തികവും എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷേ
മാനസികപരമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ചാണ് സൈക്കോളജിയിൽ പഠനം നടത്തുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവം, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി, വ്യക്തിത്വം, ഇവയെക്കുറിച്ചൊക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്, സൈക്കോളജിയിൽ പഠിക്കുന്നുണ്ട്. ഈ സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിൽ പരസ്പര ബന്ധമുണ്ട്. അവ തമ്മിൽ ഒരിക്കലും അവ ഇന്റർഡിപ്പെൻഡൻ്റ് ആണ്, പരസ്പര ആശ്രയത്വം ഉള്ളതാണ്. ഒന്നിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റേതിൻ്റെ പഠനം പൂർണ്ണമാവില്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ സാമൂഹിക സാഹചര്യങ്ങളുടെ സ്വാധീനം എപ്പോഴും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും കാണാം. ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വ്യക്തിയുടേതായ സ്വഭാവം ഉണ്ടാകും, അവരുടേതായ വ്യക്തിത്വം ഉണ്ടാവും. ഈ വ്യക്തിത്വം അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ ഒക്കെ ഏതിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്? ആ വ്യക്തിയുടെ സാമൂഹിക സാഹചര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ്. വ്യക്തിയുടെ സാമൂഹിക സാഹചര്യങ്ങളെ ആശ്രയിച്ചാണ് ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണം, വ്യക്തിത്വ രൂപീകരണം നടക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ മാനസികമായിട്ടുള്ള വശങ്ങൾ പഠിക്കണമെങ്കിൽ ഒരിക്കലും നമുക്ക് സാമൂഹിക സാഹചര്യങ്ങൾ അറിയാതെ പഠിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ സൈക്കോളജിക്ക് സോഷ്യോളജിയുടെ ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൻ്റെ സ്വാധീനം, ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത സ്വഭാവങ്ങളാണ് അല്ലേ? ആ സ്വഭാവത്തിൻ്റെ സ്വാധീനം എപ്പോഴും ആ വ്യക്തികളുടെ ഇടപെടലുകളിൽ ഉണ്ടാകും. ഇടപെടലിൽ എപ്പോഴും പ്രകടമായിരിക്കും. അതായത് ഒരു ഇൻ്ററാക്ഷനിലൊക്കെ വരുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം എന്തായാലും അതിൽ പ്രകടമായിരിക്കും. അപ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ആ ബന്ധമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സൈക്കോളജിക്ക് സോഷ്യോളജിക്ക് സൈക്കോളജിയെയും ആവശ്യമുണ്ട്. അപ്പോൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന് ഒരു ഇൻഡിവിജ്വലിനെ പഠിക്കുകയാണ്, കേസ് സ്റ്റഡി ആയിട്ട് പഠിക്കുകയാണ്. ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ അല്ലെങ്കിൽ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ സാമൂഹിക സാഹചര്യം ആവശ്യമാണ്. ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം എന്ത്, ആ വ്യക്തിയുടെ സൗഹൃദ വലയങ്ങൾ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, അങ്ങനെയുള്ള സാമൂഹിക സാഹചര്യങ്ങൾ, ആ വ്യക്തി ഇടപെടുന്ന സമൂഹങ്ങളും വ്യക്തികളും ഏതൊക്കെയാണ്, ഇതൊന്നും പഠിക്കാതെ ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിന് ആ വ്യക്തിയുടെ മാനസിക അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ സാധ്യമല്ല. ഇനി നമുക്ക് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് ആണ് പറയുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് എഴുതാം അല്ലേ? അപ്പം ഫസ്റ്റ് പറയുന്നത് സൈക്കോളജി സ്റ്റഡീസ് ഇൻഡിവിജ്വൽസ്. എങ്ങനെ? സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. സൈക്കോളജി അല്ലേ? ദെൻ സോഷ്യോളജി ഇൻഡിവിജ്വൽസിനെ കുറിച്ച് പഠിക്കുന്നു അല്ലേ? ഇൻഡിവിജ്വൽസ് ആണ്. എങ്ങനെയാണ് പഠിക്കുന്നത്? സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പഠിക്കുന്നത്. സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, സൈക്കോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പഠിക്കുന്നത്. അതേസമയം എങ്ങനെയാണ്? ഇൻഡിവിജ്വൽസിനെ തന്നെ കമ്മ്യൂണിറ്റി പോയിന്റ് ഓഫ് വ്യൂവിലാണ് പഠിക്കുന്നത്. കമ്മ്യൂണിറ്റി പോയിന്റ് ഓഫ് വ്യൂ. കമ്മ്യൂണിറ്റി ഇത് മാനസികപരമായിട്ടുള്ള ഒരു ആംഗിളിലെ കൂടെ പഠിക്കുന്നു. ഇത് സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ആംഗിളിലെ കൂടിയാണ് മനുഷ്യനെ പഠിക്കുന്നത്. പിന്നെ ഇതിൽ സൈക്കോളജിയുടെ സ്കോപ്പ് ലിമിറ്റഡ് ആണ്. കാരണം മാനസിക വശങ്ങളെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. സോഷ്യോളജിയുടെ ബ്രോഡാണ് അല്ലേ? എന്താ കാരണം? ഇറ്റ് സ്റ്റഡീസ് ദി എൻറ്റയർ സൊസൈറ്റി. നെക്സ്റ്റ് പറയുന്നത് സ്റ്റഡീസ് മെന്റൽ പ്രോസസ്, മാനസിക പ്രക്രിയകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇറ്റ് സ്റ്റഡീസ് മെന്റൽ പ്രോസസ്. സോഷ്യോളജിയോ? ഇറ്റ് സ്റ്റഡീസ് ദി സോഷ്യൽ പ്രോസസ്. സാമൂഹിക പ്രക്രിയകളെ കുറിച്ചാണ് പഠിക്കുന്നത്.
ഒന്ന് മെൻ്റൽ പ്രോസസ്സിനെ കുറിച്ചും മറ്റേത് സാമൂഹിക പ്രക്രിയകളെക്കുറിച്ചും പഠിക്കുന്ന. നെക്സ്റ്റ് പഠിക്കുന്നത് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽസ് ആറ്റിറ്റ്യൂഡ്, അവരുടെ കാഴ്ചപ്പാടുകളാണ്. ടുവേർഡ്സ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് ആൻഡ് ലോസ്. കൾച്ചറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ്, അതായത് സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള മൂല്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അത്തരം മൂല്യങ്ങളോട് ഇവർക്കുള്ള സൈക്കോളജിക്കുള്ള ആറ്റിറ്റ്യൂഡാണ് പഠിക്കുന്നത്. അത് ഞാൻ മുഴുവൻ എഴുതുന്നില്ല, കുറച്ചും ഉണ്ടായതാണ്. അതേസമയം സോഷ്യോളജിയിൽ പഠിക്കുന്നത് സമൂഹത്തിൻ്റെ ഘടന, സ്ട്രക്ചർ, അതിൻ്റെ ധർമ്മം, ഫങ്ഷൻ ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് വാല്യൂസ്. അതായത് സമൂഹത്തിൻ്റെ ഘടന, ധർമ്മം, വിവിധ സാമൂഹിക സ്ഥാപനങ്ങൾ, അവയുടെ മൂല്യങ്ങൾ എന്നിവയെക്കുറിച്ചാണ് അതിൽ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മളത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്, ദെൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജിയാണ്. എന്താണ് ആന്ത്രപ്പോളജി? ആന്ത്രപ്പോളജി എന്ന് വെച്ചാൽ നരവംശാസ്ത്രമാണ്. ആന്ത്രപ്പോളജി നരവംശാസ്ത്രം, നരവംശാസ്ത്രവും സോഷ്യോളജിയും. അതായത് ഈ സോഷ്യൽ സയൻസസിൽ സോഷ്യോളജിയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ശാസ്ത്രം, അതായത് ഏതാണ്ട് സിമിലർ എന്ന് പറയുന്ന ശാസ്ത്രമാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. A.L. ക്രോബർ എന്ന ആന്ത്രപ്പോളജിസ്റ്റ് ഉണ്ട്. A.L. ക്രോബർ എന്ന ആന്ത്രപ്പോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും ട്വിൻ സിസ്റ്റേഴ്സ് ആണെന്ന്. എന്താ ട്വിൻ സിസ്റ്റേഴ്സ്? ഇരട്ട സഹോദരിമാരാണ്. സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും ട്വിൻ സിസ്റ്റേഴ്സ് ആണെന്ന് പറയാനുള്ള കാരണം, ട്വിൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും കാണാനുള്ള കാഴ്ചയിൽ ഒരേപോലെ ആയിരിക്കും അല്ലേ, ഇരട്ട സഹോദരിമാർ. അതുപോലെ സോഷ്യോളജിയുടെയും ആന്ത്രപ്പോളജിയുടെയും സബ്ജക്റ്റ് മാറ്റർ വളരെ സാമ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് A.L. ക്രോബർ എന്ന ആന്ത്രപ്പോളജിസ്റ്റ് ഈ രണ്ട് ഡിസിപ്ലിൻസിനെയും ട്വിൻ സിസ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബോത്ത് ഓഫ് ദി സബ്ജക്ട്സ് മാറ്റർ ആർ ക്ലോസ്ലി ലിങ്ക്ഡ് ആൻഡ് ആർ ലുക്ക് അലൈക്ക്, ഒരേപോലെയുള്ളതാണ്. പക്ഷെ രണ്ടും എന്താണ്? സമൂഹത്തെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചാണ് പഠിക്കുന്നത്. പക്ഷേ ഇതിന് വ്യത്യാസം എന്ന് പറയുന്നത് സോഷ്യോളജി മോഡേൺ സൊസൈറ്റീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മോഡേൺ സൊസൈറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പഠിക്കുന്നത്. വികസിത സമൂഹങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ഈ ആന്ത്രപ്പോളജി അവികസിതമായിട്ടുള്ളത്, എന്താണ്, പ്രാകൃത സമൂഹങ്ങളെക്കുറിച്ച്, വികസിതമല്ലാത്ത അവികസിതമായിട്ടുള്ള പ്രാകൃത സമൂഹങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ആന്ത്രപ്പോളജി പഠിക്കുന്നത്. രണ്ടും സമൂഹത്തെക്കുറിച്ചാണ്. ഒന്ന് ആധുനിക സമൂഹങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ സോഷ്യോളജി എന്തിന് പ്രാധാന്യം നൽകി പഠിക്കുന്നുണ്ട്? പ്രാകൃത സമൂഹങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഈ സോഷ്യോളജിയിൽ ആന്ത്രപ്പോളജിയുടെ പല കോൺസെപ്റ്റുകൾ, ആശയങ്ങളും സോഷ്യോളജി കടം കൊണ്ടിട്ടുണ്ട്. അതായത് ആക്ച്വലി കൾച്ചർ എന്ന് വെച്ചാൽ സംസ്കാരം, കൾച്ചറൽ ട്രേറ്റ്, കൾച്ചറൽ ലാഗ് തുടങ്ങിയ കോൺസെപ്റ്റുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വരുന്ന സെമ്മുകളിൽ പഠിക്കാനുള്ളതാണ്. ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ യഥാർത്ഥത്തിൽ അത് ആന്ത്രപ്പോളജിയുടേതാണ്. ആന്ത്രപ്പോളജിയിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളാണ് സോഷ്യോളജി കടം കൊണ്ടതാണ്. കൾച്ചറൽ ട്രേറ്റ് ആൻഡ് കൾച്ചറൽ ലാഗ് എന്നൊക്കെ പറയുന്നത് പഴയ കാലഘട്ടത്തിലുള്ള അപരിഷ്കൃത സമൂഹങ്ങൾ അല്ലെങ്കിൽ പ്രാകൃത സമൂഹങ്ങളെക്കുറിച്ചും അവരുടെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ പഠനം നടത്തുന്ന ശാസ്ത്രശാഖയാണ് ആന്ത്രപ്പോളജി. ആന്ത്രപ്പോളജിയിൽ പിന്നെ സാമൂഹികമായത് മാത്രമല്ല, മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചും ജനിതകപരമായിട്ടുള്ള ഘടകങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതിനാണ് ഫിസിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്.
പറയുന്നത്. സോഷ്യോളജിയിൽ ഒരിക്കലും മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള ബയോളജിക്കൽ ആസ്പെക്റ്റ് പഠനം നടത്തുന്നില്ല. അത് അവ തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇതാണ് സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. എന്താണ് സോഷ്യോളജി, എന്താണ് ആന്ത്രപ്പോളജി? പിന്നെ ഈ സോഷ്യോളജിക്ക് എന്തിനാണ് ആന്ത്രപ്പോളജിയുടെ ആവശ്യം? സോഷ്യോളജി എപ്പോഴും പരിഷ്കൃത സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നതെങ്കിലും ആ പരിഷ്കൃത സമൂഹം പല വികസനങ്ങൾ കഴിഞ്ഞ് പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ടായിരിക്കും ഇന്നത്തെ സമൂഹം ആയിട്ടുള്ളത്. അപ്പോൾ അപരിഷ്കൃതം അതിൻ്റെ ആദ്യ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ, പരിഷ്കൃത സമൂഹത്തെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരു സോഷ്യോളജിസ്റ്റിന് നിർബന്ധമായിട്ടും അതിൻ്റെ പഴയ കാലഘട്ടത്തിൻ്റെ ആ വികസിതമായിട്ടുള്ള ഘട്ടത്തെക്കുറിച്ച് പഠിച്ചിരിക്കണം. അതിന് എന്താവശ്യമാണ്? ആന്ത്രപ്പോളജിക്കൽ നോളജ് ആവശ്യമാണ്. അപ്പോൾ സോഷ്യോളജി എപ്പോഴും എന്താണ്? ആന്ത്രപ്പോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിന് നമുക്ക് ഇതിൻ്റെ വ്യത്യാസം നോക്കാം. സാമ്യതയാണ് ഞാൻ പറഞ്ഞത്. രണ്ട് സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്, പക്ഷെ വ്യത്യസ്തമാണ്. ഒന്ന് മോഡേൺ ആണ്, ഒന്ന് സിവിലൈസ്ഡ് അല്ലാത്ത അപരിഷ്കൃത സമൂഹത്തെക്കുറിച്ചാണ്. ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, ആന്ത്രപ്പോളജി പഠിക്കുന്നത്. ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി. ആന്ത്രപ്പോളജി മോഡേൺ സൊസൈറ്റീസിന് പഠിക്കുന്നു. ആന്ത്രപ്പോളജി മോഡേൺ അല്ലാത്ത അപരിഷ്കൃത സമൂഹത്തെക്കുറിച്ച്, പ്രീ മോഡേൺ സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കുന്നു. സോഷ്യോളജി മോഡേൺ സൊസൈറ്റീസിനെ കുറിച്ച്, പ്രീ മോഡേൺ സൊസൈറ്റി. സോഷ്യോളജി മോഡേൺ ആധുനിക സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നു. ഇത് അപരിഷ്കൃത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നത്. രണ്ടാമത്തത് പഠിക്കുന്നത് വ്യത്യാസം, ഇറ്റ് സ്റ്റഡീസ് ദി പാസ്റ്റ് കൾച്ചർ വിച്ച് ഇസ് സ്റ്റാറ്റിക്. പാസ്റ്റ് കൾച്ചറിനെ കുറിച്ചാണ്. പാസ്റ്റ് കൾച്ചർ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ? പഴയ കാലഘട്ടത്തിലുള്ള സമൂഹങ്ങളുടെ, പഴയ കാലഘട്ടത്തിലെ സമൂഹത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. പാസ്റ്റ് കൾച്ചേഴ്സാണ് പഠിക്കുന്നത്. അതായത് അവികസിതമായ സമൂഹങ്ങളിലുള്ള സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്ന പാസ്റ്റ് കൾച്ചേഴ്സാണ്. പക്ഷെ മോഡേൺ സൊസൈറ്റിയിലുള്ള സിവിലൈസേഷനെ കുറിച്ചാണ് സോഷ്യോളജിയിൽ പഠിക്കുന്നത്. സിവിലൈസ്ഡ് സൊസൈറ്റീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സ്റ്റഡീസ് ദി സിവിലൈസേഷൻ. ഇത് പാസ്റ്റ്, പഴയ കാലഘട്ടത്തിലെ അവികസിത സമൂഹത്തിലെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആധുനിക സമൂഹത്തിൻ്റെ സിവിലൈസേഷൻ, നാഗരികതയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നാഗരിക സമൂഹങ്ങളെക്കുറിച്ചാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കുന്നത്. അപ്പോൾ മറ്റേത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തന്നെ പറയാണ്. മനുഷ്യനെ കുറിച്ച് പഠിക്കുന്നു, മനുഷ്യൻ്റെ പാസ്റ്റ് കൾച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുന്നു. മൂന്നാമത്തെ സോഷ്യോളജിയിൽ പ്രസൻറ്റ് കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ആന്ത്രപ്പോളജിയിൽ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫിസിക്കൽ ആന്ത്രപ്പോളജിയിലാണ് ശാരീരിക സവിശേഷതകളെ കുറിച്ച് പഠിക്കുന്നത്. പക്ഷെ ഒരിക്കലും ഇതിൽ പഠിക്കുന്നില്ല. ഇത് സോഷ്യൽ റിലേഷൻഷിപ്പ് മാത്രമാണ്. സോഷ്യോളജിയിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇതിലുള്ള മെത്തേഡ്സിലുള്ള വ്യത്യാസങ്ങളാണ്. രണ്ടും സമൂഹങ്ങളെക്കുറിച്ച് ആണെങ്കിൽ വിവിധ കാലഘട്ടങ്ങളിലുള്ള സമൂഹത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ പഠന രീതിയിൽ കുറേ പഠന രീതികൾ സെയിം ആണെങ്കിലും ചില രീതികൾ പ്രത്യേകമായിട്ട് ആന്ത്രപ്പോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ എക്സ്കവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. മെത്തേഡ്സ് ആണ് പറയുന്നത്.
എക്സ്കവേഷൻ, അതായത് ആർക്കിയോളജി, പുരാവസ്തു ശാസ്ത്രം ഉണ്ടല്ലോ, അതിൽ എക്സ്കവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ്? മൺമറഞ്ഞു പോയ സമൂഹങ്ങളെക്കുറിച്ച്, അവരുടെ സംസ്കാരത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിന് അത് ഖനനം ചെയ്യുന്നുണ്ട്. അതിനാണ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. എക്സ്കവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ സ്കെലിറ്റൽ റിമെയിൻസ്, മനുഷ്യൻ്റെ അസ്ഥികളുടെ റിമെയിൻസ്, അവശിഷ്ടങ്ങൾ, സ്കെലിറ്റൽ റിമെയിൻസ്. അപ്പം മൺമറഞ്ഞു പോയ സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് അവ എക്സ്കവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അസ്ഥികളുടെ റിമെയിൻസ് ഉപയോഗിക്കുന്നുണ്ട്, അവശിഷ്ടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫീൽഡ് വർക്ക് സോഷ്യോളജിയിലും ഉപയോഗിക്കുന്നുണ്ട്. ഫീൽഡ് വർക്ക്, എത്നോഗ്രഫി, എത്നോഗ്രഫി ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് പഠിക്കാനുള്ള ടേംസാണ്. അപ്പോൾ എക്സ്കവേഷൻ, സ്കെലിറ്റൽ റിമെയിൻസ്, ഫീൽഡ് വർക്ക്, എത്നോഗ്രഫി തുടങ്ങിയ മെത്തേഡ്സാണ് ആന്ത്രപ്പോളജിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ സോഷ്യോളജിയിൽ ഫീൽഡ് വർക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് വർക്ക് സർവേ, ഇൻ്റർവ്യൂ, എക്സെട്ര. ഇനിയും കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പം ഫീൽഡ് വർക്ക് ഉപയോഗിക്കുന്നുണ്ട്, സർവേ മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, ഇൻ്റർവ്യൂ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ് തുടങ്ങിയ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഫീൽഡ് വർക്കിൽ സെയിമാണ്. ഒബ്സർവേഷൻ മെത്തേഡും ആന്ത്രപ്പോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂ മെത്തേഡ് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ ചില മെത്തേഡ്സ് മാത്രം ഡിഫറെൻ്റ് ആണ്. എത്നോഗ്രഫി പോലെയുള്ള മെത്തേഡ്സൊക്കെ ആന്ത്രപ്പോളജിയിൽ മാത്രമാണ്. സ്കെലിറ്റൽ റിമെയിൻസും എക്സ്കവേഷൻസൊക്കെ ആന്ത്രപ്പോളജിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം സോഷ്യോളജിയോട് ഏറ്റവും സാമ്യതയുള്ള ഒരു ശാസ്ത്രശാഖയാണ് ആന്ത്രപ്പോളജി. അപ്പം നമുക്ക് ഇതവിടെ കഴിഞ്ഞു. സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ് കഴിഞ്ഞു.